ഷാജഹാൻ, ഈ വാർത്തകളിലൊക്കെ ഇടം പിടിച്ച് വലിയൊരു സ്റ്റാർ പരിവേഷം ലഭിക്കുന്നതിന് വേണ്ടി ജി സുധാകരൻ തുടർച്ചയായി നടത്തുന്നതാണ് ഇത്തരം വിവാദ പരാമർശങ്ങൾ. എന്തായാലും അതിനെതിരെയാണ് ഇപ്പോൾ CPIMന്റെ വലിയ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഷാജഹാനെതിരെ ഇപ്പോൾ ഇന്ന് മാത്രമല്ല മുൻപും ജി സുധാകരൻ സമാനമായിട്ടുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ശൈലിയായി മാറുന്നു. അതിനെതിരെയാണ് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് CPIM. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും അക്ഷയ്, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിലെ ചില CPM നേതാക്കൾക്കെതിരെയും അമ്പലപ്പുഴയിലെ മുൻ MLA-ക്കെതിരെയും ഒക്കെ തന്നെ ജി സുധാകരൻ നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിലെ സ്കൂളിൽ നിൽക്കുന്ന സ്കൂളിൽ ചെന്ന് അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ച് ചില ഷോ നടത്തിയിരുന്നു. പാർട്ടിക്കാർക്കെതിരെയും മറ്റുമായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. ഇതിനു മുമ്പ് CPIMന്റെ സംസ്ഥാന നേതാക്കൾക്കെതിരെ, നിലവിലെ പ്രതിപക്ഷ നേതാവിനെതിരെയും ഒക്കെ തന്നെ വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. നിരന്തരം ജി സുധാകരൻ നടത്തുന്ന ഇത്തരം ആക്ഷേപങ്ങൾ, മീഡിയയിൽ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ഇത്തരം ആക്ഷേപങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പുന്നപ്രയിൽ പാർട്ടി നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധ സമരം ജി സുധാകരന്റെ MLA ഓഫീസിലേക്ക് നടന്നത്. ഇടയ്ക്ക് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ശക്തമായ ഒരു പ്രതിഷേധമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജി സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള ഒരു ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ മുൻ MLA-യും ഒക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എങ്ങനെയും മാധ്യമങ്ങളിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ തന്ത്രം. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഏറെ വിവാദമായ ആശുപത്രികളിലെ ഉച്ചഭക്ഷണ വിതരണം DYFI നടത്തുന്നതിനെതിരെ പ്രതികരണം നടത്തുകയുണ്ടായി. ഇന്ന് ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മലക്കം പറയുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, നിങ്ങളാണ് അതൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ പഴയ കാലമല്ല, മാധ്യമങ്ങളിൽ കൃത്യമായ വാർത്തകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൃത്യമായ അതിന്റെ ചിത്രങ്ങളടക്കമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം നടത്തുന്ന ഇത്തരം മലക്കം മറിച്ചിലുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. എന്തായാലും സുധാകരനെതിരെയുള്ള ഈ പ്രതിഷേധത്തിന്റെ തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ നിരന്തരം ശക്തമായ പ്രക്ഷോഭങ്ങൾ CPIMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് അല്പസമയം മുൻപ് CPIMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ മുന്നറിയിപ്പ് നൽകിയത്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.